ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചതാണ്. നോക്കി, ഈ ക്വസ്റ്റിനകത്ത് ഈ 4 ടേം ഉണ്ടല്ലേ, 4 ടേമിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ പോലും ഇല്ല. എക്സ് എടുത്താൽ എക്സ് ഇവിടെ ഇതിൽ 3ലുമുണ്ട്, 4th ടേമിലില്ല. വൈ എടുത്താൽ വൈ ഈ 2 ടേമിലേ ഉള്ളൂ, ബാക്കിയുള്ളതിലില്ല. 8 എടുത്താൽ അത് ഈ 2 ടേമിലേ ഉള്ളൂ, ബാക്കിയുള്ളതിലില്ല. അപ്പം ഇങ്ങനെ വരുന്ന എക്സ്പ്രഷനെ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. ഇതിനെ നമ്മൾ റീഗ്രൂപ്പിംഗ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫാക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ റീഗ്രൂപ്പിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതിനെ എടുക്കും. അതായത് ഈ ഫസ്റ്റ് 2 ടേമിനകത്ത് എക്സ് ഉണ്ടല്ലേ, അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നിച്ചെടുക്കും. ഈ 2 ടേമിലും കൂടെ 8 ഉണ്ട്, ഇതിനെ 2നെയും കൂടെ നമ്മൾ അടുത്ത ഗ്രൂപ്പായിട്ട് എടുക്കും. അപ്പോൾ നോക്കി, ഇതിനെ 2നെയും കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നോക്കി, ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്, എക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടേമിനെയും ഫാക്ടറൈസ് ചെയ്ത് കോമൺ ആയിട്ട് എഴുതുന്നതൊക്കെ നമ്മളിപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്തല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ടേം എഴുതി ഫാക്ടറൈസ് ചെയ്യാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ 2നെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, ഇതിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഇവിടെ എക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ എക്സ് നമ്മൾ വെളിയിലെടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു എക്സ് ഉണ്ട്. പ്ലസ് ഈ എക്സ് വൈയിൽ നിന്ന് നമ്മൾ ഒരു എക്സ് വെളിയിലെടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ബാക്കി വൈ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെഴുതി, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം ഒരെണ്ണം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ആണ്, എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്, എക്സ് ആണ്. ഈ എക്സിനെ നമ്മളിങ്ങ് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം അല്ലേ. ഈ എക്സ് ഇവിടെ കോമൺ ആണ്, ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തത്. ബാക്കി ഇവിടെ എക്സ്, ഇവിടെ വൈ. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് കിട്ടി. ഇത്രയും വലിച്ചു വാരി എഴുതാതിരിക്കാനാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ പ്രോബ്ലംസ് നമ്മളിങ്ങനെ ചെയ്തു, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് 8x പ്ലസ് 8y. അടുത്ത ഈ 2 ടേമും കൂടെ നമ്മൾ എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് 8 കോമൺ എടുക്കാം. ഇവിടുന്ന് 8 എടുത്താൽ പിന്നെ ഇവിടെ ബാക്കി എക്സ്, ഇവിടെ വൈ. അപ്പോൾ 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനി നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y നമുക്ക് എന്തെഴുതാം, ഈ 2 ടേമിനെയും കൂടെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇതിനെ 2നെയും കൂടെ നമുക്ക് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇതിനകത്ത് കോമൺ ആയിട്ട് ഇനിയും ഉണ്ടല്ലേ, എന്താണ്, എക്സ് പ്ലസ് വൈ ഇവിടെ ഉണ്ട്, ഇവിടെയും എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ വീണ്ടും നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ നമ്മൾ കോമൺ എടുത്തു. ഈ ഒരു ടേമിനകത്തു നിന്ന് എക്സ് പ്ലസ് വൈ കോമൺ എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്, എക്സ് ഉണ്ട്. പ്ലസ് ഇവിടെ നിന്ന് എക്സ് പ്ലസ് വൈ കോമൺ എടുത്തപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്, 8 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന 2 ടേമുകളെ തമ്മിൽ നിങ്ങൾ എടുക്കണം. അപ്പോൾ നോക്കിയേ, 15xy, ഇവിടെ നമുക്ക് ഈ 2 ടേം എടുത്താൽ നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. എക്സ് ഇവിടെ കോമൺ ആണ്, ഇതിൽ 2ലും കൂടെ പിന്നെന്തുണ്ട്, 3 ഉണ്ട്. ഇത് 3 ഇൻറ്റു 5 ആണ്, ഇത് 2 ഇൻറ്റു 3 ആണ്. അപ്പോൾ 3x നമുക്ക് ഇവിടുന്ന് കോമൺ എടുക്കാം. ഇവിടെയോ, ഇവിടെ കോമൺ ഒന്നുമില്ല. നമ്മൾ ഇത് 2ഉം കൂടാണ് എടുക്കുന്നതെങ്കിൽ എന്ത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, 1 കോമൺ ആയിട്ട് എടുക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഈ 2 ടേമും കൂടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം, 15 എന്ന് പറയുന്നത് 3 ഇൻറ്റു 5 ആണ്. അപ്പോൾ 5y എടുക്കാം അല്ലേ. ഇതും 5y ആണ്, ഇവിടെ നിന്നും 5y കോമൺ എടുക്കാം. ഇവിടുന്ന് 2 കോമൺ എടുക്കാം. 6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കോമൺ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഈ 2 ടേമും കൂടെ തന്നെ എടുക്കാം. അപ്പോൾ 15xy മൈനസ് 6x, ഇതിൽ നിന്ന് എന്തൊക്കെ കോമൺ എടുക്കാം നോക്കിയേ. 15xy എന്ന് പറയുന്നത് 3 ഇൻറ്റു 5 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്.
6x എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കോമൺ ഉണ്ട്? 3യും എക്സും കോമൺ ആണ്. രണ്ടിലും 3യും എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ 3x നമ്മൾ കോമൺ എടുക്കുന്നു. 3x കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും? 15xyന്ന് 3x കോമൺ എടുത്താൽ ഇനി ഇവിടെ ഒരു 5 ഒരു yയും ഉണ്ട് അല്ലേ. 5ഉം yയും ഉണ്ട്. അപ്പോൾ 5y മൈനസ് ഇവിടെ ബാക്കി 2 ഉണ്ട്. 5y മൈനസ് 2 എന്ന് കിട്ടി. ഇനി ഇതോ, ഇവിടെ നമുക്ക് 5y മൈനസ് 2ൽ ഒന്നും കോമൺ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 കോമൺ എടുക്കാം. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ എഴുതിയാൽ എന്ത് വരും? 5xy മൈനസ് 6x പ്ലസ് 5y മൈനസ് 2 എന്ത് വരും? ഇതിന് പകരം നമ്മൾ ഈ ടേം എഴുതുന്നു. 3x ഇൻറ്റു 5y മൈനസ് 2 പ്ലസ് ഈ 5y മൈനസ് 2 നമ്മൾ ഇതിന് കോമൺ ഫാക്ടർ ഇല്ല, അതുകൊണ്ട് 1 ഇൻറ്റു 5y മൈനസ് 2 എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ. ഇനിയും ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. 5y മൈനസ് 2 ഇവിടെ കോമൺ ആണ്. അപ്പോൾ വീണ്ടും നമ്മളത് കോമൺ എടുക്കുന്നു. ഈ ഒരു ടേമിൽ നിന്ന് 5y മൈനസ് 2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3x ഉണ്ട്. ഈ പ്ലസ് നമ്മൾ ഇടുന്നു. ഇതിൽ നിന്ന് 5y മൈനസ് 2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 5y മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ax പ്ലസ് bx മൈനസ് ay മൈനസ് by. ഇത് നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഈ രണ്ട് ടേമിൽ നിന്ന് എക്സ് കോമൺ എടുക്കാം, ഇതിൽ നിന്ന് വൈയും കോമൺ എടുക്കാം. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? ഇവിടുന്ന് കോമൺ എടുത്താൽ എ, ഇവിടുന്ന് എക്സ് മാറിയാൽ ബാക്കി ബി ഉണ്ട്, മൈനസ് ഇവിടുന്ന് നമുക്ക് വൈ കോമൺ എടുക്കാം അല്ലേ. വൈ ഇവിടെ ബാക്കി എന്തുണ്ട്? എ. ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ മൈനസ് വെളിയിലിട്ടിട്ട് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഇടുന്ന ഉടനെ ബ്രാക്കറ്റിനകത്തെ സൈൻ ചേഞ്ച് ആകും കേട്ടോ. ഇവിടെ നമ്മൾ മൈനസ് അല്ല വരുന്നത്, പ്ലസ് ആണ് വരുന്നത് കേട്ടോ. പ്ലസ് ബി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയോ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പം നമുക്ക് ഇതേ സെയിം ടേം തന്നെ നമുക്കിവിടെ കിട്ടും. നോക്കിയാൽ മൈനസ് വൈ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എ വൈ. മൈനസ് വൈ ഇൻറ്റു പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി വൈ. കണ്ടോ, നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടി കണ്ടോ. അപ്പോൾ നിങ്ങൾ മൈനസ് വെളിയിലെടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്തെ സൈൻ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇനി നോക്കിയേ, ഇനി ഇവിടെ എ പ്ലസ് ബി കോമൺ ആണ്. അപ്പോൾ ഇനിയും നമ്മൾ അത് കോമൺ ആയിട്ട് എടുക്കുന്നു. എ പ്ലസ് ബി കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്, മൈനസ് ഇവിടുന്ന് എ പ്ലസ് ബി കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? വൈ ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഓരോ ടേമിനെയും ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾ കോമൺ എടുക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 15pq പ്ലസ് 15 പ്ലസ് 9q പ്ലസ് 25p. ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ രണ്ട് ടേമും കൂടെ എടുത്താൽ നോക്കിയേ, ഇവിടെ നമുക്ക് 15 കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? pq പ്ലസ് 1 എന്ന് കിട്ടും. 15 ഇൻറ്റു pq പ്ലസ് 1. ഇവിടുന്ന് നമുക്ക് കോമൺ എടുക്കാൻ ഒരു ടേമും ഇല്ല. 9q പ്ലസ് 25p എന്ന് എഴുതിയാൽ വീണ്ടും നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ കോമൺ എടുക്കും. ഇവിടെ എടുത്തല്ലേ, അതെടുക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ ഇവിടെ ടേം നോക്കി എടുക്കണം. ഇവിടെ നോക്കിയേ, 15pqവും ഏത് ടേമും കൂടെ എടുത്താൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ നമുക്ക് 15pqവും 9qവും കൂടെ എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. 15pq 9q. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ എഴുതാം. 15pq പ്ലസ് 9q പ്ലസ് 15 പ്ലസ് 25p എന്ന് നമ്മൾ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് എന്തൊക്കെ കോമൺ എടുക്കാൻ സാധിക്കുമെന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എഴുതി നോക്കുക. 15pq എന്ന് പറയുന്നത് 3 ഇൻറ്റു 5 ഇൻറ്റു p ഇൻറ്റു q ആണ്. 9q എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു q ആണ്. അപ്പോൾ ഇവിടെ കോമൺ എന്തൊക്കെയുണ്ട്? 3 ഉണ്ട്, q ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 3q കോമൺ എടുക്കാം. 3q കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 5p പ്ലസ് ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്, പ്ലസ് ഇവിടുന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 15നെ നമുക്ക് 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 25pയെ നമുക്ക് 3 ഇൻറ്റു 5 ഇൻറ്റു
5 ഇൻറ്റു 5 ഇൻറ്റു പി എന്ന് എഴുതാം. ഇവിടെ കോമൺ ഉള്ളത് 5 മാത്രമാണ് കോമൺ ഉള്ളത്. അപ്പം നമുക്ക് ഈ രണ്ട് ടേമിനകത്തുനിന്ന് എന്ത് കോമൺ എടുക്കാം? 5 കോമൺ എടുക്കാം. പിന്നെ 15ൻ്റെ കൂടെ ബാക്കി 3 ഉണ്ട്. ഇവിടെ 5p ഉണ്ടല്ലേ, പ്ലസ് 5p. അപ്പോൾ ഇവിടെ 5p പ്ലസ് 3 എന്നും ഇവിടെ 3 പ്ലസ് 5p എന്നുമാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഉടനെ ഈ ടേം തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആകും കേട്ടോ. 25p പ്ലസ് 15 എന്ന് എഴുതിയാൽ ഇത് ഓക്കെ ആവും. ഇങ്ങനെ എഴുതിയാലും കോമൺ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ടും സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് തിരിച്ച് വന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. വീണ്ടും നമ്മൾ കോമൺ എടുക്കുന്നു. 5p പ്ലസ് 3 കോമൺ ആയിട്ട് എടുക്കുന്നു. ഈ ടേമിനകത്തുനിന്ന് 5p പ്ലസ് 3 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3q പ്ലസ് ഇവിടുന്ന് കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 5. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 5p പ്ലസ് 3 ഇൻറ്റു 3q പ്ലസ് 5 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ടേമും കൂടെ ചേർത്തെടുക്കാം. അങ്ങനെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. z മൈനസ് xy z മൈനസ് ഈ രണ്ട് ടേമും കൂടെ 7 പ്ലസ് 7xy. ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ എന്താണുള്ളത്? z കോമൺ ആണ്. അപ്പോൾ എന്ത് വരും? 1 മൈനസ് xy എന്ന് വരും. മൈനസ് ഇവിടുന്ന് 7 കോമൺ ആണ്. അപ്പോൾ എന്ത് വരും? 7 1. കണ്ട, ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് ഈ പ്ലസ് മൈനസ് ആവും. മൈനസ് xy കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ കോമൺ എടുക്കുന്നതിനകത്ത് ഇവിടെ മൈനസ് സൈൻ ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ ഇവിടുത്തെ സൈൻ എന്താവും? പ്ലസ് മാറി മൈനസ് ആവും. ഇനി 1 മൈനസ് xy ഇവിടെ രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ നമ്മൾ അത് കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? z മൈനസ് ഇവിടെ 7. അപ്പോൾ 1 മൈനസ് xy ഇൻറ്റു z മൈനസ് 7 എന്ന് നമുക്ക് ആൻസർ കിട്ടി.